അല്ല അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ പഴയ അവർ അതിനകത്ത് കമ്മിറ്റി റിപ്പോർട്ട് തന്നെ പറയുന്നുണ്ടല്ലോ ഏകദേശം ഇത്ര വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് കൂടുതലും ആൾക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത് ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ് അതായിരിക്കാം അന്നത്തെ വിഷയം അന്ന് ശരിയാണ് ഈ പറഞ്ഞതുപോലെ കാരവാനോ ഒന്നും ഇല്ല പിന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പണ്ടൊക്കെ ഇപ്പം ഞങ്ങളും ഒക്കെ ഈ പറഞ്ഞതുപോലെ പോലീസ് ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ ശരിക്ക് അങ്ങനെ മാറാൻ പറ്റുള്ളൂ അല്ല നമ്മൾ സാധാരണ മുണ്ടെടുക്കുന്ന പോലെ നമുക്ക് എവിടെ നിന്നും മാറാൻ പറ്റില്ല പോലീസ് എന്ന് വെച്ചാൽ അങ്ങ് അറ്റം മുതൽ അവിടെയും മുതൽ ഇങ്ങനെ ചെയ്തു വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിന് ശരിക്കും നമുക്ക് അതുപോലെ നിന്നിട്ട് കോസ്റ്റ്യൂമർ നിന്ന് കിട്ടുതരണം അപ്പോൾ അത് പബ്ലിക്കായിട്ടൊന്നും പറ്റത്തില്ല അതൊക്കെ പലയിടത്തും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊന്നും ഒരു എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല സ്ത്രീകൾക്ക് അവരുടേതായ ബുദ്ധിമുട്ടുണ്ട് അത് ഒരു അനാവശ്യ ചോദ്യം അത് ഉണ്ടല്ലോ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചല്ലേ നമുക്ക് ചോദിക്കേണ്ട കാര്യമുള്ളൂ അതുണ്ടോ ഉണ്ട് എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക അതിനല്ലേ തെളിവിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തരാൻ ആ ചോദ്യം പ്രസക്തമല്ല പോലീസ് സ്വമേധയായി കേസ് നടപടിയിലേക്ക് പോകണം എന്താണ് അഭിപ്രായം ഈ റിപ്പോർട്ട് പ്രകാരം സി സർ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ IPC ഇപ്പൊ അതല്ല IPC അല്ല ഭാരത നിയമ സംഹിത അത് പ്രകാരം ഇന്ത്യൻ ആരെങ്കിലും ഒരു 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 ക്രൈം ഒരു കുറ്റകൃത്യം എവിടെയെങ്കിലും നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അറ്റ്ലീസ്റ്റ് അത് അതിൻ്റെ പോലീസിൽ ആ സംഭവം അറിയിക്കുക എന്നുള്ളത് ഇതിവിടെ പോക്സോ വരെ നടന്നിട്ടുണ്ടെന്നാണ് അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് എന്തുകൊണ്ടത് പോലീസിനെ അറിയിച്ചില്ല അങ്ങനെ വരുമ്പോൾ ശരിക്കും ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ വരുന്നത് ഹേമ കമ്മിറ്റി തന്നെയായിരിക്കും അധ്യക്ഷൻ മൗനം വിദ്വാനുഭൂഷണമായിരിക്കും മൗനമായിട്ടിരുന്ന അങ്ങനെ ഒരു നാട്ടു ചൊല്ലില്ലേ അപ്പം ഉണ്ടായിരുന്ന വിദ്വാനായിട്ടിരിക്കാം പലപ്പോഴും പ്രതികരിച്ച ആളുകൾക്കൊക്കെ സിനിമയിൽ അവസരം ലഭിക്കാതെ പോയെന്ന് വനിതാ സിനിമാ താരങ്ങളൊക്കെ പറയുന്നുണ്ട് അതുപോലൊരു ദുരനുഭവം ഷമീദിലുണ്ടായിട്ടുണ്ട് സോറി മനസ്സിലായില്ല ഒന്ന് ചോദിച്ചു അതായത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോഴൊക്കെ സിനിമയിൽ നിലപാടുകൾ അറിയിക്കുമ്പോൾ അതിൽ നിന്ന് സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെ പോകുന്നു അല്ലെങ്കിൽ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല പലരും ഒഴിവാക്കുന്നു അത് സത്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ഞാൻ ഒരു എന്താണ് ഒരു വ്യക്തിമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട് എന്നെ പുറത്താക്കിയതും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഇല്ലാന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകില്ലല്ലോ ഉണ്ട് സത്യമാണത് എത്ര സിനിമകളിൽ ഒഴിവാക്കപ്പെടുന്നു അങ്ങനെ ഒരു അതിന് ഈ പറഞ്ഞ എന്താണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ തന്നെ ഒരു എണ്ണം തെളിവായിട്ട് കിട്ടും അത് നിങ്ങൾക്കറിയാം പണ്ടൊരിക്കൽ ശ്രീ സിദ്ദിഖ് മറ്റേ എന്താണ് KPSC ലളിതയും കൂടെ ഒരു ഇന്റർവ്യൂ നടത്തി ഓർമ്മയില്ലേ ഒരു പ്രസ് മീറ്റ് നടത്തി ഓർമ്മയില്ലേ ആ മീറ്റിൽ പറയുകയും ചെയ്തല്ലോ ഇങ്ങനെ ആരെങ്കിലും രേഖാമൂലം തെളിവ് തരികയാണെങ്കിൽ നമ്മൾ അതിന് നടപടി എടുക്കുമെന്ന് ഞാൻ അപ്പം തന്നെ എഴുതി കൊടുത്തായിരുന്നു പിന്നെ കാര്യം ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഷമീദിലെ ഒരു പടം കട്ട് ചെയ്യുന്നത് പിന്നെ എൻ്റെ പടം അതുവേണ്ടിയാണ് എന്നെ അതിനൊന്ന് പുറത്താക്കിയത് ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ചൊരു ഓർമ്മയില്ലേ ഞാൻ പറഞ്ഞില്ലേ മുകേഷും ഇന്നസെന്റും കൂടെ എനിക്ക് എൻ്റെ എന്നത് അത് തന്നെയല്ലേ തെളിവല്ലേ അത് നല്ല തെളിവായിട്ട് പറയാനായിട്ട് എനിക്കുണ്ടല്ലോ മറ്റതൊക്കെ ഞാൻ പറഞ്ഞ് ആരോപിക്കുന്നതായിട്ട് വെക്കാം ഇത് ആരോപണമല്ല തെളിവാണ് വേറെ അച്ഛന് പോലും അങ്ങനെ ഒരു പടം തെളിവായിട്ട് കൊടുക്കാനുണ്ടാവില്ല എനിക്കുണ്ട് ശരിയല്ലേ ഒരു കോടതി ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷമീദ് തിലകന്റെ ഇന്ന പടം കട്ട് ചെയ്തു എന്ന് അതിനിപ്പോ ചോദിച്ചറിയാനായിട്ട് പുള്ളി ജീവിച്ചിരിപ്പില്ല എനിക്കറിയാവുന്നത് വെച്ചാണെങ്കിൽ അച്ഛൻ അനുഭവിച്ചുള്ള വേദനയ്ക്ക് പുള്ളി ആരെയൊക്കെ കൊണ്ടേ പോകും എന്നുള്ളത് തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ പിന്നെ പുള്ളി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം അച്ഛോ ശരിയാണോ ഈ കേൾക്കുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് സുകുമാരഴിക്കോടും മറ്റൊരു മറിച്ചവരും ഒക്കെ പറഞ്ഞത് ബൈറ്റ് ഇവിടെ കിടപ്പില്ലേ ഇനി ഞാൻ അതിനകത്ത് പറഞ്ഞു എന്താണ് തുലവും തുച്ഛനായ ഞാൻ എന്തിനാ അതിനെ കുറിച്ച് അഭിപ്രായം പറയണം അതൊരു അച്ഛനോട് ഇഷ്ടമുള്ള ഒരു മകന്റെ എന്താണ് രോദനമായിട്ടൊക്കെ അല്ലേ പലരും അതിനെ വിലയിരുത്തുള്ളൂ എനിക്ക് സത്യം പറഞ്ഞാല് നിങ്ങളെയൊക്കെ മുമ്പിൽ അച്ഛൻ്റെ ഉള്ള നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് മുമ്പിൽ ഞാനൊക്കെ ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ കാര്യം ജനങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനത് കാണുമ്പോൾ തന്നെ എൻ്റെ വല്ലതും കണ്ണു നിറയാണ് ഇവർ ഈ ആളുകൾക്ക് എന്താണ് ഇത്രയും ഇഷ്ടം അങ്ങേരെടുത്ത് എന്നുള്ള തോന്നൽ വരികയാണ് അപ്പൊ പിന്നെ അവിടെ എനിക്കെന്താ പറയാനുള്ളത് എനിക്ക് അവിടെ പറയാൻ ഒരു റൈറ്റും ഇല്ല കാരണം തിലകൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ് എനിക്കോ എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും
അറിയുന്ന കാര്യം എനിക്ക് പറയാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ അതിനകത്ത് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നു, മറ്റേ ആരാണ് ആത്മയുടെ പ്രസിഡന്റ്, അതറിയാം. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാ പറയുക? ഇനിയിപ്പോ ഇത് ശരിയായ ഒരു ട്രാക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനെ ഒരു ചിന്ത അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് മറ്റു വഴിയിലൂടെ ഇങ്ങനെ ഒരു എന്തോ അവിടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു ഒരു ന്യൂസ് കിട്ടി. പക്ഷെ അതിലും ആരാണ് എന്താണെന്നുള്ള ഒരു വിവരമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ഈ പറഞ്ഞ പോലെ രേഖാമൂലം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ വിഷയം അങ്ങനെയായിട്ടല്ല, തിലകൻ്റെ കുടുംബത്ത് കയറി കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റും കൂടി ഇട്ടാൽ കൊള്ളാം, അത്രേ പറയാനുള്ളൂ. എന്തൊരു ചോദ്യമാണ് സാർ അത്. ഒരു കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇരയും വേട്ടക്കാരും കൂടെ ഒരുമിച്ചിരുന്നിട്ടുള്ളതാണോ കോൺക്ലേവ് എന്ന് പറയുന്നത്? അത് ശരിയാണോ അതങ്ങനെ ചോദിക്കുന്നത്? അതെന്ത് ന്യായമാണ് അതങ്ങനെ ഒരു കോൺക്ലേവ് എന്ന് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞു, ചില കോൺക്രീറ്റും കൂടി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇരുത്ത്, അതോടെ തീരും എല്ലാം. ദാറ്റ്സ് ദ പോയിന്റ് സാർ. അതാണ് വിഷയം സാർ, അതാണ് മനസ്സിലാക്കേണ്ടത്. കാര്യം വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കും മേലെയുള്ള നിയമമാണ്. അപ്പൊ അത് പ്രകാരം കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ, കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ആ പ്രോസസ്സ് എന്തുമാത്രം പ്രോസസ്സാണ്. ഒരു വിവരാവകാശ അപേക്ഷ സാംസ്കാരിക വകുപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ രേഖകൾ കിട്ടിയില്ലെങ്കിൽ ഒരു 1-ാം അപ്പീൽ കൊടുക്കാം. ആ 1-ാം അപ്പീലും കഴിഞ്ഞിട്ട് 2-ാം അപ്പീൽ കൊടുക്കാം. ഈ 2-ാം അപ്പീലാണ് കമ്മീഷണറുടെ കയ്യിലെത്തുന്നത്. കമ്മീഷണർ അതിനുശേഷം ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കി അതിനുശേഷം ഇത്ര രേഖ കൊടുക്കരുത് എന്ന് പറഞ്ഞതിനപ്പുറം ഒരു വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഹൈക്കോടതി അവരെ ചുമ്മാ വിടില്ല. ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത് ചുമ്മാതല്ല, ഇതൊക്കെ നോക്കാൻ തന്നെയാണ്. അതിപ്പോ എന്തായാലും അവിടെ വന്നിട്ടുണ്ടല്ലോ. ആ അല്ലല്ലല്ല, സുപ്രീം കോടതിയല്ല, മറ്റേ കോമ്പറ്റീഷൻ കമ്മീഷൻ. പക്ഷെ സുപ്രീം കോടതി അംഗീകരിച്ചതാണ്, അതുകൊണ്ടത് സുപ്രീം കോടതിയുടെ വിധിക്ക് തുല്യമാണ്. അങ്ങനെയാണല്ലോ അല്ലേ? അതിനകത്തെ കണ്ടന്റ് ഈ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നല്ല അച്ഛൻ്റെ വിഷയം, പിന്നെ ഈ ഒതുക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടില്ല. നിങ്ങളത് ഇതുവരെ കണ്ടില്ലേ? അത് ഇതുവരെ കണ്ടില്ലേ? അയ്യോ, അത് കാണണം. അത് നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ പോയാൽ വേറെ ലെവലിലായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ. അതുള്ള കാര്യം ഞാൻ പറയാം. അല്ല, അത് തിലകനാണെന്നുള്ളത് വ്യക്തമാണല്ലോ. അതിന് അപ്പീലില്ലാത്തൊരു സംഭവം തന്നെയാണ്. കാര്യം പ്രമുഖ നടൻ അങ്ങനെ ഒരു വിഷയം ഇറക്കി, വേറെ ഏത് നടനുള്ള ഇച്ചിരി തലമുതിർന്ന നടൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? മൃദു സമീപനമാണോ എന്നുള്ളത്, ആരോപണ വിധേയർ ആരാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കറിയാത്തടത്തുള്ള കാര്യം അവരാണ് ഇവരാണ്. ഇപ്പോൾ പലരും വെളിയിൽ വരുന്നിടത്ത് വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പേരുകൾ കാക്കുമ്പോൾ ഒരു മൃദു സമീപനം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് ഇതിനു മുമ്പും പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ മൃദു സമീപനം എന്ന് അങ്ങ് ചോദിച്ചുകൊണ്ട് അതിൻ്റെ ഒരിതായിട്ട് പറഞ്ഞു. അതിൽ ഞാനതിന് മറുപടി പറയാനുണ്ട് ആവശ്യമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ പോരെ. ഞാൻ എന്തിനാ പറയണേ? നീ എന്നെ പിടിച്ച് തല്ലാനോ ഉണ്ടാവണേ? എൻ്റെ വണ്ടി പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് അടിച്ച് മറ്റേ ഗുണ്ടാസം കാണിച്ചു ആണോ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണിക്കാനോ? അയ്യോ, അതിനൊക്കെ നാട്ടുകാരനെ അല്ല. എന്തോ? അല്ല, എൻ്റെ അച്ഛനുണ്ടായിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ പബ്ലിക്കായിട്ട്. അതിവിടെ വന്നിട്ട് അച്ഛനത് ഈ കസേരയിലാണ് വന്നിരുന്നത്. അന്നേരം അദ്ദേഹത്തിൻ്റെ ഫാദർ വിളിച്ചിട്ട് സോറി പറഞ്ഞ വിഷയമൊക്കെ ഉണ്ട്.
അത് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഞാനത് നിങ്ങളെ ഓഡിയോ കേൾപ്പിച്ചു തന്നേനെ. അന്നതില്ല. പോരെ, ഇതാ എങ്ങനെയുണ്ട് ഒതുങ്ങി നിൽക്കുന്നത്? ഇതിൽ കൂടുതൽ ഒതുങ്ങണോ? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് വിനയന് പുറത്ത് പറയാതിരിക്കേണ്ട കാര്യം? അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണത്, ഒരു ജഡ്ജ്മെന്റ് ആണ്. ഈ പറഞ്ഞതുപോലെ വിവരാവകാശം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിന്. അത് ഓൾറെഡി ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ്. റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റും കൂടെയാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു ഓർഡർ വെച്ചിട്ടുള്ളത്. അത് എവിടെയും ഏത് കോടതിയിലും ഈ ജഡ്ജ്മെന്റ് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ അതിനെന്തിനാണ് പറയാണ്ടിരിക്കേണ്ട കാര്യം? അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കാര്യങ്ങളെന്നുള്ളത്. പലരുടെയും പല സിനിമകളുടെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും.